ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്താ തലക്കെട്ടുകൾ. വനിതാ ദിനത്തിൽ ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. നവസാരയിൽ ലക്ഷപതി ദീദി സംഗമം. പൊതുപരിപാടിയിൽ അണിനിരന്ന ലക്ഷങ്ങൾ. സുരക്ഷയൊരുക്കി വനിതാ ഉദ്യോഗസ്ഥർ. ജനം ടിവിയിൽ വാർത്താ ദിനം നയിച്ച് വനിതകൾ. എഡിഷനിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നമസ്തേ, ലൈവ് റിപ്പോർട്ട്സിലേക്ക് സ്വാഗതം. വനിതകൾ നയിക്കുന്ന ഒരു വനിതാ ദിനം, ഒരു വാർത്താ ദിവസം തന്നെയാണ് ഇന്ന്. നമസ്തേ, ലൈവ് റിപ്പോർട്ട്സ് തുടരുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നമസ്തേ, ലൈവ് റിപ്പോർട്ട്സ് തുടരുന്നു. ഇപ്പം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വനിതാ ദിനത്തിൽ വനിതാ സംഗമവുമായി ആശമാർ. ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിൽ മഹിളാ മോർച്ച മാർച്ച്. MDMA പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് മരിച്ചത് കോഴിക്കോട് സ്വദേശി ഷാനിദ്. വയനാട് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമം. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന് ഗുരുതര പരിക്ക്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിൽ. താനൂരിൽ നിന്ന് നാടുവിട്ട പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചു. നാടുവിടാൻ സഹായിച്ച യുവാവ് കസ്റ്റഡിയിൽ. മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീം അസ്ലമിനെ താനൂർ പോലീസ് ചോദ്യം ചെയ്തു. കർണാടകയിൽ കൂട്ടബലാത്സംഗം. ഇരകൾ ഇസ്രായേലി വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും. ആക്രമണം. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷം ഒരാളെ കാണുവാനില്ല. ക്ഷേത്രോത്സവത്തിൽ CPMന്റെ രാഷ്ട്രീയ കളി. കൂത്തുപറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ കലശം തടഞ്ഞു. കടത്തിവിട്ടത് പാർട്ടിക്കാരുടെ കലശം മാത്രം. നാമജപത്തിന് പകരം പാർട്ടി കൊടിയും വിപ്ലവ ഗാനവും. കാട്ടലോളം കടമെങ്കിലും മുഖ്യമന്ത്രിക്ക് പറക്കാൻ കോടികൾ. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ഹെലികോപ്റ്റർ വാടകയായി 2.5 കോടി അനുവദിച്ച് ധനവകുപ്പ്. ചൈന പാക് ഒത്തുകളി തിരിച്ചറിയണമെന്ന് കരസേനാ മേധാവി. പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്നത് ചൈനീസ് ആയുധങ്ങൾ. സൈബർ രംഗത്തും വെല്ലുവിളിയെന്ന് ഉപേന്ദ്ര ദ്വിവേദി. സിറിയയിൽ വീണ്ടും അശാന്തി. മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നവരും സൈന്യവും ഏറ്റുമുട്ടി. 35 സൈനികർ അടക്കം 70ഓളം പേർ കൊല്ലപ്പെട്ടു. വാർത്തകളിലേക്ക്. കർണാടകയിൽ ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനും മറ്റു 2 ഭാരതീയർക്കും അക്രമത്തിൽ പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ കൊപ്പലിലാണ് സംഭവം. ഇസ്രയേലി വനിതയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ ഉടമയും ചേർന്ന് രാത്രി 11:30 കൊപ്പലിലെ സനാപൂരിന് സമീപമുള്ള തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിന് സമീപം നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ, മഹാരാഷ്ട്രക്കാരനായ പങ്കജ്, ഒഡീഷയിൽ നിന്നുമുള്ള ബിഭാഷ് എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഈ സമയം ബൈക്കിലെത്തിയ 3 പേർ പെട്രോൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് സമീപിച്ചു. പിന്നീട് ഇവർ വിനോദസഞ്ചാരികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടു. പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കായികമായി ആക്രമിച്ച് അമേരിക്കൻ പൗരനടക്കമുള്ള 3 പുരുഷന്മാരെയും കനാലിലേക്ക് തള്ളിയിട്ടു. വിദേശ വനിതയെയും ഹോം സ്റ്റേ ഉടമയെയും ലൈംഗികമായി ആക്രമിച്ചു. കനാലിൽ വീണ ബിഭാഷിനെ കണ്ടെത്താനായിട്ടില്ല. ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു. അക്രമികളെ തിരിച്ചറിഞ്ഞതായി കൊപ്പൽ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 2 പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും SP അറിയിച്ചു. ജനം, ഡൽഹി. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. കേസിൽ തുടരന്വേഷണത്തിന് തടയിടാനുള്ള നീക്കവുമായി ആലപ്പുഴയിലെ CPMഉം രംഗത്തെത്തി. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടുന്ന ലഹരിക്കടത്ത് സംഘത്തിന് പിന്നിൽ CPM DYFI നേതാക്കൾ ഉൾപ്പെട്ട മാഫിയ എന്നതാണ് സൂചന. CPM മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജാണ് MDMAയുമായി പിടിയിലായത്. CPM ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിനെ
MDMA-യുമായി പിടികൂടിയ സംഭവത്തിൽ പാർട്ടി ഇതുവരെ കൈക്കൊണ്ട നടപടിയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് പോലും MDMA-യുമായി പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായോ സസ്പെൻഡ് ചെയ്തതായോ ഒരു വാർത്താക്കുറിപ്പ് പോലും CPM ഇറക്കിയിട്ടില്ല. ഇതേസമയം കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും വിഘ്നേഷിന് രാസലഹരി ലഭിക്കുന്നത് എവിടെ നിന്നെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് തടയാനുമുള്ള ശ്രമം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതായും ആക്ഷേപമുണ്ട്. CPM DYFI നേതാക്കൾ ഉൾപ്പെടുന്ന മാഫിയയ്ക്ക് ലഹരിക്കടത്തുമായുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ അന്ന് കേസിൽ അറസ്റ്റ് അടക്കം തടഞ്ഞ് പാർട്ടി ഇടപെടലുണ്ടായി. കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലഹരി കടത്തിയ വാഹനത്തിന്റെ ഉടമയെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതും വിവാദമായിരുന്നു. ഇതിനു സമാനമായി വിവാദങ്ങൾ ഉണ്ടായാലും ലഹരി മാഫിയയിലെ CPM സാന്നിധ്യം മറച്ചുവെച്ച് പാർട്ടി അംഗങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്ന നയമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ലഹരി ഒഴുക്കിന്റെ ശൃംഖല തേടിയുള്ള പോലീസ് അന്വേഷണങ്ങൾ വഴിമുട്ടുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന നൈജീരിയൻ പൗരന്മാരിലേക്കാണ് കൊച്ചിയിൽ പിടികൂടിയ പല ലഹരി കേസുകളും എത്തിയത്. എന്നാൽ മയക്കുമരുന്നിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതും. 2 വർഷത്തിനിടെ നിരവധി കേസുകളിലാണ് നൈജീരിയൻ പൗരന്മാർ അറസ്റ്റിലായതും. ദിവസവും എന്ന നിലയിൽ നിരവധി ലഹരി കേസുകളാണ് കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബാംഗ്ലൂരിൽ താമസക്കാരായ നൈജീരിയൻ പൗരന്മാരാണ് ലഹരിയുടെ മുഖ്യ കണ്ണികളെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യാന്തര ലഹരി ഇടപാടുകാരനായ നൈജീരിയക്കാരൻ ചിതേര മാക്സ്വെല്ലിനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മരട് പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. നേരത്തെ കൊച്ചി സ്വദേശിയിൽ നിന്ന് MDMA പിടിച്ചെടുത്ത കേസിൽ തുടരന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബറിൽ കാലടി മഞ്ഞപ്രയിൽ കാറിൽ നിന്നും 300 ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്നുമാണ് ലഹരി എത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസിലും മുഖ്യ ഇടപാടുകാരനായിരുന്നത് നൈജീരിയൻ പൗരനാണ്. വിമാനത്താവളം വഴി ലഹരി കടത്തിയ കേസിലെ അന്വേഷണവും നൈജീരിയക്കാരിയായ പ്രതിയിലേക്കാണ് എത്തിയത്. ഇവർ അറസ്റ്റിലായെങ്കിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം മാത്രം എങ്ങും എത്തിയില്ല. MDMA അടക്കമുള്ള രാസലഹരിയുടെ നിർമ്മാണത്തിന്റെ രീതി പരിചയമുള്ളത് നൈജീരിയക്കാർക്കാണ്. പഠനത്തിനും മറ്റുമായി ഇന്ത്യയിലെത്തി വിസ കാലാവധി കഴിഞ്ഞും അനധികൃതമായി തുടരുന്ന നൈജീരിയൻ സ്വദേശികളാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ കുക്കിംഗ് എന്നറിയപ്പെടുന്ന ലഹരി നിർമ്മാണം നടത്തുന്നത്. ബാംഗ്ലൂരിലെ രഹസ്യ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കപ്പെടുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ബാംഗ്ലൂരിലെത്തി ഉറവിടം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഉറവിടം കണ്ടെത്തി തകർത്താൽ മാത്രമേ ലഹരിയുടെ ഒഴുക്ക് തടയാൻ കഴിയൂ. വിദേശ പൗരന്മാരടക്കം പ്രതികളായ കേസുകളിൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതായി പോലീസ് പറയുന്നു. എന്നാൽ മുഖ്യ കണ്ണികളിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ലെന്നാണ് കേസുകളുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ MDMA അടങ്ങിയ കവർ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ മരിച്ചത്. പോലീസിനെ കണ്ടയുടൻ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് വിഴുങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 9:30യോടെയാണ് അമ്പായത്തോട് പള്ളിക്ക് സമീപത്ത് വെച്ച് താമരശ്ശേരി പോലീസ് ഷാനിദിനെ പിടികൂടിയത്. പോലീസിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. താൻ വിഴുങ്ങിയത് MDMA അടങ്ങിയ പാക്കറ്റാണെന്ന് ഇയാൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാനിദിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എൻഡോസ്കോപ്പി നടത്തിയപ്പോൾ വയറിനുള്ളിൽ വെള്ളത്തരികൾ അടങ്ങിയ 2 പാക്കറ്റുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് അത് MDMA ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കവർ പൊട്ടി MDMA രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെയാണ് ഷാനിദിന്റെ മരണം സംഭവിച്ചത്. കോടഞ്ചേരി, താമരശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നേരത്തെയും ഷാനിദിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജനം, കോഴിക്കോട്. നിരവധി മയക്കുമരുന്ന് കേസിൽപ്പെട്ട യുവതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിയായ ഫാത്തിമ ഹബീബിയെയാണ് കണ്ണൂർ വനിതാ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. 24.23 ഗ്രാം ബ്രൗൺ ഷുഗർ കടത്തിയ കേസിൽ ഒക്ടോബറിൽ കണ്ണൂർ വനിതാ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. മയക്കുമരുന്ന് കടത്തിയതിന് എക്സൈസിലും കേസുണ്ട്.
കണ്ണൂരിൽ MDMAയുമായി യുവാവും യുവതിയും പിടിയിൽ. താവക്കര ഫാത്തിമസിൽ നിഹാദ് മുഹമ്മദ്, പാപ്പിനിശ്ശേരി സ്വദേശി അനാമിക സുധീബ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് 4 ഗ്രാം MDMAയും 9 ഗ്രാം കഞ്ചാവും പിടികൂടി. കണ്ണൂർ ക്യാപിറ്റൽ മോളിന് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളെ പിടികൂടി. മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. പിടികൂടിയ കഞ്ചാവിന് 24 ലക്ഷം രൂപ വില വരും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ കഞ്ചാവ് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. 47 കിലോ കഞ്ചാവുമായിട്ട് ബംഗാൾ സ്വദേശികളെയാണ് RPF പിടികൂടിയിരിക്കുന്നത്. മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ പരിശോധന നടത്തുന്ന സമയത്താണ് ഇരുവരെയും പിടികൂടിയത്. പശ്ചിമ ബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദാർ, അതുപോലെ ലൗലി മാലാക്കർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ ഏകദേശം 24 ലക്ഷം രൂപയോളം വില വരും എന്നുള്ളതാണ് RPF പറയുന്നത്. സാധാരണ ഈ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഈ RPF ഈ മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ പരിശോധന നടത്തിയത്. ഈ സമയത്താണ് ഇവരുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ വലിയ ഒരു അളവിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ശരി അരുൺ. മതിലഹരിയിൽ കളമശ്ശേരിയിലെ DIG ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ യുവാവ് പോലീസ് പിടിയിൽ. കോഴിക്കോട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. കല്ലേറിൽ ഓഫീസിന്റെ ബോർഡുകൾ തകർന്നിരുന്നു. ചൈനീസ് പാക് ഒത്തുകളി തിരിച്ചറിയണമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ചൈനയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്നത്. സൈബർ രംഗത്തും അല്ലാതെയും വലിയ വെല്ലുവിളി ചൈന ഉയർത്തുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കരസേനാ മേധാവി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2018 മുതലുള്ള കണക്കുകളിൽ ഭീകരാക്രമണത്തിൽ 83% കുറവ് വന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും വൻതോതിൽ കുറഞ്ഞു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കരസേനാ മേധാവി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ നൽകും. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനകത്താണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നടത്തുന്നത്. അതായത് പാകിസ്ഥാൻ ഭീകരർ പല ഘട്ടങ്ങളിലും ഭാരതത്തിൽ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ചൈന നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചൈന നിർമ്മിച്ച് രൂപപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ചോ ആണ് എന്നാണ് കരസേനാ മേധാവി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിലെ മാറുന്ന സാഹചര്യത്തെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം കുറഞ്ഞു വരുന്നു. 2018 മുതൽ ഏതാണ്ട് 86% ഭീകരാക്രമണങ്ങളുടെ തോത് കുറഞ്ഞു എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ യുവാക്കൾ ഒരു കാലത്ത് ജമ്മു കാശ്മീരിലെ ഭീകര സംഘടനകളിലേക്ക് വ്യാപകമായി റിക്രൂട്ട് ചെയ്തിരുന്നു. അത്തരം റിക്രൂട്ട്മെന്റുകളുടെ എണ്ണത്തിലും ഇപ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. കാര്യമായി ഇപ്പോൾ ചെറുപ്പക്കാരെ ജമ്മു കാശ്മീരിൽ ഭീകര സംഘടനകൾക്ക് കിട്ടുന്നില്ല എന്നതും ഒരു മാറുന്ന സാഹചര്യമായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ അഫ്സ്പ സമീപകാലത്ത് തന്നെ പിൻവലിക്കാൻ കഴിയും എന്ന കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ഈ ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ബോധപൂർവമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശമാണ് അദ്ദേഹം ഈ അഭിമുഖത്തിനിടയിൽ നൽകിയത്. ശരി ഗൗതം. വാർത്തയിലേക്ക്. കണ്ണൂർ കൂത്തുപറമ്പിൽ ക്ഷേത്രോത്സവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് CPM. തൃക്കണ്ണാപുരം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് വിശ്വാസികൾ കൊണ്ടുവന്ന കലശം CPMകാർ തടഞ്ഞ് മടക്കി അയച്ചു. ക്ഷേത്രത്തിലേക്ക് കളക്ഷൻ കൊണ്ടുവരുമ്പോൾ അകമ്പടിയായി CPMന്റെ പാർട്ടിക്കൊടിയും പാർട്ടി ഗാനവുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം ശ്രീകുറുമ്പ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 6 കലശങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുണ്ടായിരുന്നത്. എന്നാൽ CPMകാരുടെ നേതൃത്വത്തിലുള്ള 5 കലശങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയും വിശ്വാസികളുടെ കലശം പുറത്തുവെച്ച് തടയുകയുമായിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും CPMകാർ വഴങ്ങിയില്ല. ഏറെ നേരം കാത്തിരുന്ന വിശ്വാസികളെ പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു. കലശം കൊണ്ടുവന്ന വിശ്വാസികളിൽ
RSSുകാർ ഉണ്ടെന്ന കാര്യം പറഞ്ഞായിരുന്നു CPMകാരുടെ ഈ പ്രവൃത്തി. അതേസമയം ക്ഷേത്രോത്സവത്തെ പൂർണ്ണമായും പാർട്ടി പരിപാടിയാക്കി മാറ്റുകയായിരുന്നു CPM. കലശം കൊണ്ടുവരുമ്പോൾ പാർട്ടി കൊടിയും പാർട്ടി ഗാനവും അകമ്പടിയാക്കിക്കൊണ്ടാണ് CPM ക്ഷേത്രോത്സവത്തെയും വിശ്വാസികളെയും അവഹേളിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ. SFI നേതാവ് അഭിമന്യുവിനെ PFI ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം ഉടൻ ആരംഭിക്കും. വിചാരണ നടപടികൾ 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ ശേഷം അതിവേഗം അഭിമന്യു കേസും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പേരാണ് പ്രതികൾ. 2018 ജൂലൈ 2-നായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പ്രതികളാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുന്നത്. 125 സാക്ഷികളാണുള്ളത്. കേസിൽ വിചാരണ ഏറെ നീണ്ടുപോകുന്നതിനിടെ നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. കുറ്റപത്രമടക്കമുള്ള പ്രധാന രേഖകളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികളും നഷ്ടപ്പെട്ടിരുന്നു. രേഖകൾ പുനഃസൃഷ്ടിച്ചെങ്കിലും രേഖകളുടെ ആധികാരികത വാദത്തിനിടെ പ്രതിഭാഗം ചോദ്യം ചെയ്തേക്കും. ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത്. മതഭീകര സംഘടനാ ക്യാമ്പസുകളിൽ വേരുറപ്പിച്ചത് തെളിയിക്കുന്നതായിരുന്നു കലാലയ കവാടത്തിലെ കൊലപാതകം. എന്നാൽ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷവും മതഭീകര ശക്തികളോട് CPM സന്ധി ചെയ്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ജനം, കൊച്ചി. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കേരളം വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നു. 605 കോടി കൂടി കടമെടുക്കും. കടപ്പത്രങ്ങളുടെ ലേലം ഈ മാസം 11-ന്. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 41,525 കോടിയിലേക്ക് എത്തുകയാണ്. ജനം ബ്രേക്കിംഗ്. കടമെടുത്ത് സംസ്ഥാനം നീങ്ങുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന മുന്നറിയിപ്പ് തുടർച്ചയായി അവഗണിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ്. കോടികൾ കടമെടുക്കുമ്പോഴും ഭൂരിഭാഗവും പലിശ നൽകാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ചെലവഴിക്കുന്നതെന്ന യാഥാർത്ഥ്യം ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും 605 കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത്. മാർച്ച് 11-ന് ഇതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കും. ഈ കുബേർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങളുടെ ലേലം. 605 കോടി കൂടി കടക്കണക്കിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഈ വർഷത്തെ കടമെടുപ്പ് 41,525 കോടിയാകും. ഫെബ്രുവരി മാസം 25-ാം തീയതി 1,920 കോടി കടമെടുത്തതിന് പിന്നാലെയാണ് പുതിയ കടമെടുപ്പ്. കടമെടുത്ത് കൂട്ടിയിട്ടും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിനാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ക്ഷേമ പെൻഷൻകാർക്ക് 3 മാസത്തെ കുടിശ്ശിക, സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വേറെ, ആശാവർക്കർമാരുടെ സമരവും തുടരുന്നു. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും പദ്ധതി നടത്തിപ്പുമെല്ലാം പ്രതിസന്ധിയിലായ അവസ്ഥ. ഇതിനിടയിൽ PSC അംഗങ്ങൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്കും പണം അനുവദിക്കാൻ സർക്കാരിന് ഒരു പ്രതിസന്ധിയുമില്ലെന്നതാണ് വിരോധാഭാസം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാർക്ക് വേതന വർധനവില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് പറക്കാൻ പണമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടക കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് 4.5 കോടിയോളം രൂപ അനുവദിച്ചത്. ജനം ബ്രേക്കിംഗ്. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് വാടക കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഫെബ്രുവരി 2-ന്. പിന്നാലെ ഉടൻ തുക അനുവദിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാലിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ച് മാർച്ച് 6-ന് ഉത്തരവ് പുറത്തിറക്കി ധനവകുപ്പ്. ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി 19 വരെയുള്ള കുടിശ്ശികയാണ് സർക്കാർ അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ പ്രത്യേകം ഇളവ് വരുത്തിയത് കൊണ്ട് തന്നെ കുടിശ്ശിക പണം ഉടൻ ചിപ്സൺ ഏവിയേഷന് ലഭ്യമാകും. ഇതുവരെ കമ്പനിക്ക് നൽകിയത് 12.8 കോടി രൂപ. മാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ മാസ വാടക. ശേഷമുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപയും നൽകണം. VIP യാത്രയ്ക്കും മാവോയിസ്റ്റ് വേട്ടയ്ക്കുമായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകൾക്കായി ഇതുവരെ സർക്കാർ ചെലവഴിച്ചത് 34.8 കോടി രൂപ. ഇത്ര പണം ദൂർത്തടിക്കുമ്പോഴും കാര്യമായ ഉപയോഗമില്ലെന്നതാണ് യാഥാർത്ഥ്യം. അപൂർവമായി മുഖ്യമന്ത്രി മാത്രമാണ് ചിപ്സന്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. അല്ലാത്തപ്പോൾ ചാലക്കുടിയിലെ ഹാങ്കർ യൂണിറ്റിൽ വിശ്രമ ജീവിതം. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുടെ വിശദാംശങ്ങൾ നിയമസഭയിൽ പോലും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.
ചേർത്തലയിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രഥമ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ചേർത്തല ടൗൺ LP സ്കൂളിലെ പ്രഥമ അധ്യാപിക NR സീതയ്ക്കെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളിൽ CPM അനുകൂല അധ്യാപക സംഘടനയായ KSTA സജീവ പ്രവർത്തക കൂടിയായ സീതയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ചില രക്ഷിതാക്കളുടെയും പേരിലാണ് പ്രഥമാധ്യാപികയായ NR സീത വ്യാജമായി ശമ്പള സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചത്. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി KSFEയിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. 4 രക്ഷിതാക്കളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 35 ലക്ഷത്തോളം രൂപ KSFEയിൽ നിന്ന് വായ്പയും എടുത്തിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകിയതോടെയാണ് വ്യാജരേഖ തട്ടിപ്പ് പുറത്തറിഞ്ഞത്. CPM അനുകൂല അധ്യാപക സംഘടനയായ KSTA സജീവ പ്രവർത്തകയാണ് പ്രഥമാധ്യാപികയായ സീത. ശമ്പള സർട്ടിഫിക്കറ്റിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കായി KSFEയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ സൂചന ലഭിച്ചത്. പോലീസ് കേസെടുത്തതോടെ സീതയെ സസ്പെൻഡ് ചെയ്തു. ചേർത്തല, അർത്തുങ്കൽ, പട്ടണക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുണ്ട്. PTA ഫണ്ട് വിനിയോഗത്തിലും ഇവർ തിരിമറി നടത്തിയതായും സംശയിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ. കണ്ണൂർ ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആനമതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കി അധികൃതർ. നേരത്തെ പാതിവഴിയിൽ നിലച്ച ആനമതിലിന്റെ നിർമ്മാണമാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പുനരാരംഭിച്ചത്. അതേസമയം ആനമതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ 2 പേരുടെ ജീവൻ പൊലിയേണ്ടി വന്നു എന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 30-നാണ് ആറളത്ത് ആനമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-ന് മതിലിന്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ അന്ന് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 38 കോടിയോളം രൂപ ചെലവിട്ട് 1.5 കിലോമീറ്റർ നീളത്തിൽ പണിയേണ്ടിയിരുന്ന മതിൽ നിർമ്മാണം 4 കിലോമീറ്ററിലാണ് അന്ന് നിലച്ചത്. ഒടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞതിന് പിന്നാലെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. അതിവേഗം ഇപ്പോൾ ആനമതിലിന്റെ നിർമ്മാണം നടക്കുകയാണ്. MLA-യുടെയും കണ്ണൂർ ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ നേരിട്ടെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ആനമതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ഒരു നാടിനെ ഒന്നാകെ കാട്ടാനക്കലിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുമായിരുന്ന ആനമതിൽ നിർമ്മാണം പുനരാരംഭിക്കാൻ 2 പേരുടെ ജീവൻ പൊലിയേണ്ടി വന്നു എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ പുതിയ മൊഴി പുറത്ത്. അമ്മ ഷെമിയെ കഴുത്തിൽ ഷോൾ മുറുക്കി ബോധം കെടുത്തിയ ശേഷം തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ചു. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വന്നതിന് ശേഷമാണ് ഇതെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ചുറ്റിക വാങ്ങിയ കടയിലടക്കം പോലീസ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ചുറ്റിക ഉപയോഗിച്ച് അമ്മയാണ് ആദ്യം അഫാൻ ആക്രമിച്ചതെന്നായിരുന്നു പോലീസ് കരുതിയത്. എന്നാൽ പാങ്ങോട് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയിലാണ് അഫാന്റെ ഞെട്ടിക്കുന്ന മൊഴി. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അമ്മ ഷെമീനയുമായി താൻ വഴക്കിട്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഷെമീനയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധം കെട്ട് വീണ അമ്മ മരിച്ചെന്ന് കരുതി വാതിൽ പൂട്ടി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. പിന്നീട് കൂട്ടുകാരിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റിക വാങ്ങി. പിന്നീട് നേരെ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തി തിരികെ വീട്ടിലേക്ക്. ഈ സമയം ഷെമി കരയുന്നതാണ് കണ്ടത്. ഉടൻ ചുറ്റികയെടുത്ത് അമ്മയുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. മുത്തശ്ശിയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു. അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പണമയച്ച ദേശസാത്കൃത ബാങ്കിന്റെ CDM കേന്ദ്രത്തിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ വൈകിട്ട് അഫാനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ജനം, തിരുവനന്തപുരം. അന്താരാഷ്ട്ര വനിതാ ദിനം. മക്കളെ പോറ്റി വളർത്താൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാർ സമൂഹത്തിനെന്നും മാതൃകയാണ്. കായികാധ്വാനം വേണ്ടുന്ന തൊഴിലുകളിൽ മാത്രമല്ല, മനക്കരുത്തേറെ വേണ്ടുന്ന ഇടങ്ങളിലും വളയിട്ട കൈകൾ ശോഭിക്കുന്നു. തൃക്കാക്കര പൊതുശ്മശാനത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സെലീനയുടെ ജീവിതകഥയെക്കുറിച്ചാണ് ഇനി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടൊന്നും സെലീന മൈക്കിളിനെ തളർത്തില്ല. എരിയുന്ന ശവച്ചുളയ്ക്കുള്ളിൽ പണിയെടുക്കുന്ന പെണ്ണിനെന്ത് വേനൽ ചൂട്.
ഇത് സെലീന മൈക്കിൾ, തൃക്കാക്കര നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനത്തിന്റെ നടത്തിപ്പുകാരി. ചേതനയേറ്റ മനുഷ്യ ശരീരം ഓരോന്നും സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി ഒടുവിൽ ഉറ്റവർ വീടണഞ്ഞാലും അവസാന മാംസപേശിയും എരിഞ്ഞടങ്ങും വരെ കാവലിരിക്കുന്നവൾ. സെലീന മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷത്തോളമായി. പേടിയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് വിശപ്പിന്റെ വിളിയോളം വരില്ലല്ലോ എന്ന് സെലീനയുടെ മറുചോദ്യം. വലിയ പേടിയും കഴിഞ്ഞാണ് ഇതിൽ നിൽക്കണം. പിന്നെ ഇനി എന്ത് പേടിക്കാനാണ്? അന്നത്തെ പൈസയുടെ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം കഴിഞ്ഞു. എൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, രണ്ടാമത്തെ മകൾ പഠിക്കുന്ന ആ സമയത്തായിരുന്നു. അപ്പം എനിക്ക് കടബാധ്യതകൾ ഒരുപാടുണ്ടായി. ആ സമയത്ത് ഞാൻ പണി മെക്കാട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ചേട്ടൻ വഴിയാണ് ഇവിടെ ഞാൻ വന്നത്. ആ ചേട്ടനോട് ഞാൻ അങ്ങാട് പറയണേതാ, എനിക്ക് പൈസ തരുമെങ്കിൽ ഞാൻ ചെയ്യാം. റെസ്റ്റ് ഒന്നും ഇല്ല അന്നത്തെ സമയത്തൊന്നും. എനിക്ക് ഒരു 2-3 കൊല്ലം എനിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല. കുഞ്ഞുമക്കളുടെ ചേതനയേറ്റ ശരീരം എത്തുമ്പോൾ 2 പെൺകുട്ടികളുടെ അമ്മ കൂടിയായ ഈ പോരാളിയുടെ മനസ്സൊന്ന് പിടയും. ചില കുഞ്ഞുങ്ങളുടെയൊക്കെ ബോഡിയൊക്കെ വരുമ്പോ എല്ലാരും കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് കരയാൻ തോന്നില്ല, പക്ഷെ മനസ്സിന് വിങ്ങലുണ്ടാവും. നമുക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം മനസ്സിന് വിഷമമുണ്ട്. എരിഞ്ഞടങ്ങുന്ന മനുഷ്യ ശരീരത്തിന് കാവലിരിക്കുന്ന ഈ അമ്മ തന്റെ 62-ാം വയസ്സിലും അധ്വാനത്തിന്റെ വില പുതുതലമുറയ്ക്ക് കാട്ടിത്തരുന്നു. ഇതല്ലെങ്കിൽ നമ്മ ജോലിക്കും വീട്ടില് വെറുതെ ഒന്നും ഇരിക്കൂല. ഇത് നമുക്ക് മുനിസിപ്പാലിറ്റി തന്നിടത്തോളം കാലം ഞാൻ ഇഷ്ടം. ജനം, കൊച്ചി. ഭാരതത്തിൽ ആദ്യമായി വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റർമാർ ആകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജോലി ചെയ്യുന്ന 20 ക്രെയിൻ ഓപ്പറേറ്റർമാരിൽ 9 പേരും സ്ത്രീകൾ. പോർട്ട്യാർഡിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതും ഓപ്പറേഷൻ സെന്ററിന്റെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയുള്ള നിയന്ത്രണങ്ങൾ ചെയ്യുന്നതും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുൾപ്പെടെയുള്ള വനിതകളാണ്. ശാക്തീകരണത്തിലെ തിളങ്ങുന്ന മാതൃകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അത്യാധുനിക സൗകര്യങ്ങളുള്ള പോർട്ട്യാർഡിലെ കണ്ടെയ്നർ നീക്കം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ക്രെയിനുകൾ നിയന്ത്രിക്കുന്നത് 9ഓളം വരുന്ന സ്ത്രീകളാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് തുറമുഖത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജോലിയായിട്ടുള്ള ക്രെയിനിന്റെ പ്രവർത്തനങ്ങൾ വളയിട്ട കൈകളിലെത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് സുനിതയുടെ കൂടെയാണ്. സുനിതയെ പോലുള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഈ മുറിയിലിരുന്ന് നമ്മൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഒരു ജോയ്സ്റ്റിക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് യഥാർത്ഥത്തിൽ ഇത്രയും പടുകൂറ്റൻ ക്രെയിനുകളെ കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും. നമ്മളോടൊപ്പം വിഴിഞ്ഞം, കോട്ടപ്പുറം, പൂവാർ സ്വദേശിനികളായിട്ടുള്ള 9 വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാരാണ് ഭാരതത്തിന്റെ അഭിമാനമായി ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ പ്രവർത്തിക്കുന്നത്. അതീവ വൈദഗ്ധ്യം വേണ്ട തൊഴിലാണ് സ്ത്രീകൾ ഏറ്റെടുത്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ക്രെയിൻ ഓപ്പറേറ്റർമാരുടെ ഭാഗമായി രാജ്യാന്തര തുറമുഖത്തേക്കുള്ള പടുകൂറ്റൻ ക്രെയിനുകൾ യുവതികളുടെ വിരൽത്തുമ്പിന്റെ നിയന്ത്രണത്തിലാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വന്ന വനിതകൾ രാജ്യത്തിന്റെ അഭിമാനമായി മാറുകയാണ്. അതീവ വൈദഗ്ധ്യത്തോടെ ചെയ്യേണ്ട ജോലിയാണ് ഈ വനിതകൾ ഏറ്റെടുത്തിരിക്കുന്നത്. പോർട്ട്യാർഡിലെ കണ്ടെയ്നറുകളുടെ നീക്കം ഓപ്പറേഷൻ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് നിയന്ത്രിക്കുക. ജനം, തിരുവനന്തപുരം. രാജ്യചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയത് വനിതാ ഉദ്യോഗസ്ഥർ. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ നവസാരി ജില്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത പരിപാടിയിലാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സുരക്ഷ ഒരുക്കിയത്. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്ത് പോലീസാണ് പ്രധാനമന്ത്രിക്കായി വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്.
നവസാരി വാൻസിബോർസി ഗ്രാമത്തിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ ചുമതല വനിതാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് പുറമെ വനിതാ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയെ അനുഗമിച്ചത്. വേദിയുടെയും സദസ്സിന്റെയും സുരക്ഷാ നിരീക്ഷണങ്ങളും വനിതാ ഉദ്യോഗസ്ഥർക്കായിരുന്നു. 2500ഓളം വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് പരിപാടിയുടെ ആകെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. ഇതിൽ 2100-ലധികം കോൺസ്റ്റബിൾമാർ, 187 സബ് ഇൻസ്പെക്ടർമാർ, 61 പോലീസ് ഇൻസ്പെക്ടർമാർ, 16 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർക്കും പുറമെ 5 എസ്പിമാർ, ഒരു IG, ഒരു അഡീഷണൽ DGP റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടു. इतने बड़े आयोजन की सुरक्षा में जो पुलिसकर्मी और ऑफिसर तैनात हैं वे सबके सब महिलाएं ही हैं. कांस्टेबल, इंस्पेक्टर, सब इंस्पेक्टर, DSP से लेकर वरिष्ठ ऑफिसर्स तक यहाँ की सुरक्षा व्यवस्था महिलाएं ही संभाल रही है. ये नारी शक्ति के सामर्थ्य का ही उदाहरण है. ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറിയായ നിപുന ടൊറവാനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിച്ചത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ മുഴുവൻ സുരക്ഷാ ചുമതലയും വനിതാ ഉദ്യോഗസ്ഥർക്ക് വിട്ടു നൽകുന്നത്. ജനം, ഡൽഹി. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.